ഹായ്, എല്ലാവർക്കും ബിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നൊരു ദിവസം ദൈവം ദാനമായി തന്നു, അതിന് ദൈവത്തിന് നന്ദി പറയാം. ഈ വീഡിയോ ആക്ച്വലി ഞാൻ ഈ ഇൻട്രോയും സൺഡേയിലാണ് എടുക്കുന്നത്. ഇതിന് മുമ്പിട്ടൊരു ഇൻട്രോ സൺഡേയിൽ ഇടാനുള്ള വീഡിയോയ്ക്കുള്ള ഇൻട്രോ ഞാൻ എടുത്ത് എഡിറ്റിംഗ് ചെയ്യാൻ നോക്കിയ ഉടനെ സൗണ്ട് ഒരിടത്ത്, എൻ്റെ മൂവിൻ്റെ എക്സ്പ്രഷൻ വേറൊരിടത്ത്, അങ്ങനെ അത് എങ്ങനെയൊക്കെ ചെയ്യാൻ നോക്കിയിട്ടൊന്നും ഒരു രക്ഷയില്ല. ഡബിങ് എക്സ്ട്രാ സൗണ്ടൊക്കെ വരുന്നൊരു വല്ലാത്ത വീഡിയോ ഒരു ഇതായിരുന്നു അതിൽ വന്നത്. അപ്പോൾ അത് ഞാൻ പിന്നെ ചിന്തിച്ചു. പിന്നെ സൺഡേ ആയിരുന്നു, എനിക്ക് രാവിലെ ഒന്നും സമയം കിട്ടിയില്ല. അല്ലെങ്കിൽ അല്ലാത്ത ദിവസമായിരുന്നെങ്കിൽ സൺഡേയിൽ എങ്ങനെയും അത് ബാക്കി അത്ര ഇടം നമുക്ക് ഇൻട്രോ പറയാമായിരുന്നു. അപ്പം ശനിയാഴ്ചയിൽ ഞാനിത് ചെയ്തത്. പിന്നെ രാത്രി 12 വരെ നോക്കിയിട്ടൊന്നും പറ്റിയില്ല. പിന്നെ രാവിലെ കൊച്ചിന് ഓൺലൈൻ സൺഡേ സ്കൂളുണ്ട് 8 മണിക്ക്. അപ്പം നേരത്തെ കിടക്കണമായിരുന്നു. രാവിലെ അങ്ങ് പ്രേരണം പോയി. അപ്പം ഇന്നത്തെ ആ വീഡിയോയിലെന്ന് പറയുന്നത് പ്രത്യേകിച്ച് കൂടുതലായിട്ടൊന്നുമില്ല. ഞങ്ങളുടെ തന്നെ ഈ സൊസൈറ്റിയുടെ നേരെ ഫ്രണ്ടിൽ ഒരു BMC ഗ്രൗണ്ടുണ്ട്. വലിയൊരു ഗ്രൗണ്ടാണ്. പണ്ടൊക്കെ ഞാൻ അവിടെ നടക്കാൻ പോകും. പിന്നെ ഞാൻ നടക്കാൻ പോകുന്നത് നമ്മുടെ സൊസൈറ്റിക്കകത്തായിരുന്നു. അപ്പോൾ അതെന്ന് പറയുന്നത് അന്ന് ഇങ്ങനെ നടപ്പാതെ എല്ലായിടത്തൊന്നും ഇല്ലായിരുന്നു. പുറകിലോട്ടൊക്കെ ആ ഒരു റൗണ്ട് അടിച്ച് വരുമ്പം 10-13 മിനിറ്റ് എടുക്കും. ഞാൻ നോക്കി മൊബൈലിൽ ടൈം നോക്കിയിട്ടാണ് ഒരു റൗണ്ട് ഇങ്ങനെ അടിച്ചത്. അത്രയും ഉണ്ട്. അപ്പോൾ ഇപ്പോൾ എല്ലാം നല്ലപോലെ നടപ്പാതെയൊക്കെ ചെയ്തുകൊണ്ട് നമുക്ക് നടക്കുന്നതിന് കുഴപ്പമില്ല. ഇവിടെ സൊസൈറ്റിയിലാണെങ്കിൽ നമ്മൾ ഇങ്ങനെ ബിൽഡിങ്ങിൻ്റെ അവിടെ നിന്നോട്ട് ഇങ്ങനെ ഒരു നല്ലൊരു രീതിയിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമ്മൾ നടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 10-20 മിനിറ്റ് നടക്കുമ്പോഴത്തേക്ക് അങ്ങ് കുറേ നടന്നു നമുക്ക് വല്ലാത്ത ഇതെന്ന് പറയുന്നത് ഒരു അരമണിക്കൂർ നടന്നാലും നമുക്ക് ഒരു ബോർ തോന്നത്തില്ല. ഇങ്ങനെ നമുക്ക് കറക്റ്റ് ഉണ്ടും കുഴിയൊന്നും ഇല്ലാതെ നടക്കാറ്. ഇഷ്ടം പോലെ ആൾക്കാർ നടക്കാറുണ്ട്. ഞങ്ങളന്ന് പോയത് 9 മണി കഴിഞ്ഞാണ് പോയത്. അപ്പം ഞങ്ങളുടെ പിന്നെ അതിൻ്റെ തൊട്ട് ഫ്രണ്ടിലല്ലേ ഞങ്ങളുടെ ഔട്ട് ഗേറ്റ്. അപ്പോൾ ആ വാച്ച്മാനോട് ചോദിച്ചാണ് പറഞ്ഞു 9:45 കഴിയുമ്പോൾ അടയ്ക്കുമെന്ന് പറഞ്ഞു. അത്രയും നേരം അവിടെ എല്ലാവരും ഉണ്ട് ഗ്രൗണ്ടിൽ കളിക്കാനാണെങ്കിലും എല്ലാത്തിനും. അതിൻ്റെ ഇച്ചിരി വീഡിയോ ക്ലിപ്പ് എടുത്തിട്ടുണ്ട്. തൊണ്ട ഒരു വൃത്തിയൊരു ചുമ. പിന്നെ പ്രൈസമ്മോൻ്റെ ഒരു പാട്ട് ഇതിൻ്റെ അകത്തുണ്ട്. എങ്ങനെ ഉണ്ടെന്ന് പറയണേ. പിന്നെ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കുക. ഇപ്പോൾ ഇത് വീണ്ടും രണ്ടാമത്തെ ഇൻട്രോയാണ് എടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് ഞാൻ ഇന്ന് സൺഡേയിലത്തെ ഞങ്ങളുടെ വീട്ടിലൊരു ബേർഡ് കയറി വന്നത് അത് നിങ്ങളെ ഞാൻ കാണിക്കാമേ. അത് തത്തമ്മയാണോ ലബേഴ്സാണോ എന്തുവാന്ന് മനസ്സിലാവുന്നില്ല. ഇവിടെ പോളൊക്കെ ഭയങ്കര ബഹളമായിരുന്നു. അതിനെ പിടിക്കാൻ ഇവിടെ അതിനെ പെറ്റായിട്ട് അതെന്നും പറഞ്ഞ് ഞാൻ പറഞ്ഞേട്ടാ നമ്മൾ നാട്ടിൽ പോകാൻ നിൽക്കുന്നത്. ഞാനും പിന്നെ അവസാനം ചിന്തിച്ചൊന്ന് പിടിച്ച് വെക്കാമെന്നും പറഞ്ഞ് നോക്കി. എന്നിട്ട് പോയി കൂട് വാങ്ങിക്കാന്നുള്ള ഇതിലായിരുന്നു. പക്ഷേ നാട്ടിൽ പോകുമ്പോൾ ആര് നോക്കും എന്നുള്ള ഇതുകൊണ്ട് പിന്നെ ഞാൻ പിന്നെ അതങ്ങ് ഓടിപ്പോയി. ഓക്കെ, പോയല്ല ഓടിച്ച് വിട്ട് അത്. എന്നിട്ടും ജനലിൻ്റെ അവിടെ ഇങ്ങനെ പമ്മി ഇരിക്കുമായിരുന്നു. അപ്പം പ്രൈസമ്മോൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. പ്രൈസമ്മോന് ടിഫിന് കൊണ്ടുപോകാനായിട്ട് എഗ്ഗ് ചപ്പാത്തിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഞാൻ ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് അതിൻ്റെ അകത്ത് ഇത്തിരി സവാളയൊന്ന് അരിഞ്ഞിട്ടിട്ടുണ്ട്. അപ്പം ഇവന് ഇങ്ങനെ എഗ്ഗുള്ളതൊക്കെ കൊണ്ടുപോകാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. പിന്നെ ഞാൻ എന്നും എന്താ കൊടുത്തു വിടുന്നത്, അതുകൊണ്ട് ഇന്ന് ഇതുണ്ടാക്കി കൊടുത്തു വിടാമെന്ന് വെച്ച്. അപ്പം ഒരു മുട്ടയിൽ ഞാൻ 2 ചപ്പാത്തി ഉണ്ടാക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഞാനിപ്പം വീട്ടിലെങ്ങാനും നിൽക്കുവാണെങ്കിൽ ഞാൻ ഒരു ചപ്പാത്തി ഒരു മുട്ട ഇങ്ങനെ പൊട്ടിച്ചൊഴിച്ച് ഉണ്ടാക്കും. അങ്ങനെ ഉണ്ടാക്കാം. ഇപ്പം ഞാൻ ഒരു മുട്ട 2 ചപ്പാത്തിയിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ സൈഡിലൊക്കെ ഇച്ചിരി ഓയിലൊക്കെ തേച്ച് എടുക്കുമ്പം നല്ല രുചിയാണ് കഴിക്കാൻ. കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കണ്ടിട്ട് ഓമനാൻറ്റി പറഞ്ഞ് പ്രൈസമ്മോൻ ചോപ്പ് സ്റ്റിക്കും കൊണ്ടൊക്കെ നന്നായി കഴിക്കുന്നുണ്ടല്ലേ. ഇവന്മാരെ ഇല്ല ഈ കൊറിയക്കാരുടെയൊക്കെ വീഡിയോ ഇരുന്ന് കാണും. അന്ന് തൊട്ട് അവന്മാർ പറയും ചോപ്പ് സ്റ്റിക്ക് വാങ്ങിയിരുന്നു. അപ്പോൾ ഇന്നാളിലാണെങ്കിൽ ഈ കുൾഫി ഉണ്ടല്ലേ, കുൾഫി വാങ്ങിച്ചുണ്ടേ, വലിയ കുൾഫി. അപ്പോൾ അതിൻ്റെ കമ്പ് ഇത്രയും നീളമുള്ള കമ്പായിരുന്നു. അപ്പോൾ അത് ഇവർ സൂക്ഷിച്ച് വെച്ചിട്ടൊരു ദിവസം അത് ചോപ്പ് സ്റ്റിക്കായിട്ട് പിടിച്ച് പിന്നെ വീട്ടിൽ മാഗി ഉണ്ടാക്കിയുണ്ടേ അതുകൊണ്ട് കഴിക്കുമായിരുന്നു. ഇവന്മാരുടെ കാര്യങ്ങളൊന്നും പറയണ്ട. അപ്പോൾ പിന്നീട് മെഴുക്ക് പുരട്ടി വെക്കുന്നത് കോവയ്ക്ക മെഴുക്കുവരട്ടി. കുറേ നാളായി കോവയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കിയിട്ട്. അത് ഇവിടുത്തെ പോൾമോന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ 2 സവാള അരിയുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ കോവയ്ക്ക മെഴുക്കുവരട്ടി പോൾമോന് ഇത് വഴന്ന് വന്നോണ്ടേ ഇച്ചിരി ഉള്ളായിരുന്നു. ഞാൻ കുഞ്ഞതായിട്ട് അരിഞ്ഞാൽ ഉണ്ടാക്കിയത്. അവൻ പറയാം മമ്മി ഭയങ്കര നല്ലതായിരുന്നു,
എനിക്കിഷ്ടമാണ് ഇത് എന്നും ഉണ്ടാക്കണം. ഞാൻ പറഞ്ഞു എടാ എന്നും ഉണ്ടാക്കിയാലൊരു രസമില്ല, ഇടയ്ക്കിടയ്ക്കൊക്കെ വല്ലപ്പോഴും ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. ഞാൻ ആ സവാളയും കോവയ്ക്കയും കൂടെ ഒരുമിച്ചങ്ങ് ഇട്ടു. എന്നിട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ട് വെള്ളമൊന്നും ഒഴിച്ചില്ല. ആദ്യം ഒന്ന് തീ കുറച്ചിടും, പിന്നെ ഇടയ്ക്കൊന്ന് ഇച്ചിരി ഒന്ന് തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കും. അങ്ങനെ അടച്ചിട്ടിട്ട് പിന്നെ തുറന്നിട്ട് നന്നായി ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി. അതവിടെ സൈഡിലങ്ങ് ഇട്ടിരുന്നാൽ മതി. പിന്നെ നമുക്ക് നമ്മുടെ ജോലികൾ ചെയ്യാം. അതുകൊണ്ട് ഞാനിങ്ങനെ ഈ മെഴുക്ക് പുരട്ടികളുള്ള ജോലികളാണെങ്കിൽ അതൊക്കെ ഇപ്പം വെണ്ടയ്ക്ക, കോവയ്ക്ക അതൊക്കെയാണെങ്കിൽ ഞാൻ ആദ്യമേ അങ്ങ് ചെയ്തു ഇങ്ങനെ സ്റ്റാർട്ടിങ്ങിൽ അങ്ങ് ചെയ്യും. അപ്പോൾ അതവിടെ കിടന്നങ്ങ് പതുക്കെ ആയിക്കോളും. ജലം തിളപ്പിച്ചു, അടുത്ത് ഇട്ടു. അരി ഇടാൻ മറന്നു പോയായിരുന്നു, ചോറിട്ടില്ല. ഒരിച്ചിരി നാണം കാണും, ഇന്നലെ വെച്ചില്ലല്ലേ. എൻ്റെ ചിന്ത ഇന്നലത്തെ ചോറുണ്ടെന്നാ. അരി അടപ്പത്തിട്ടു. പാലും കാച്ചാൻ വെച്ചിട്ടുണ്ട്. അപ്പം ഉറയൊഴിക്കാനേ അതിന് പാല് കാച്ചിടുന്നുണ്ട്. അപ്പോൾ പാത്രങ്ങളൊക്കെ ഇന്നലത്തെ ഇങ്ങനെ ഇരുന്നത് എടുത്ത് വെച്ചതില്ല. കാരണം അങ്ങോട്ട് പുതിയത് കഴുകാനില്ലായിരുന്നല്ലേ, അതുകൊണ്ട് അതവിടെ തന്നെ ഇരുന്നു. ഇപ്പോഴാണ് അതൊക്കെ എടുത്ത് മാറ്റി വെക്കുന്നത്. അതുകൊണ്ട് പിന്നെ ഇന്നലെ കുറച്ച് വെളുത്തുള്ളിയൊക്കെ പൊളിച്ച് വെച്ച് എനിക്ക് ഇത്തിരി നാരങ്ങ അച്ചാർ ഇനി ഇടാനുണ്ട്. അതുകൊണ്ട് അതൊക്കെ അങ്ങ് ചെയ്ത് വെച്ച് ഇന്നലെ. പിന്നെ തുണികളൊക്കെ അങ്ങ് രാവിലെ കഴുകാനായിട്ട് അങ്ങിട്ട്. അപ്പം തോരൻ വയ്ക്കുന്നത് കഴിഞ്ഞ ദിവസം ഞങ്ങൾ മലയാളിക്കടയിൽ കയറിയപ്പം പച്ച ഏത്തയ്ക്ക 1/2 കിലോ. ഇവിടെ ഈ കാത്തോരൻ അധികം ആർക്കും വേണ്ട, അതുകൊണ്ട് ഞാൻ 1/2 കിലോയെ വാങ്ങിച്ചുള്ളൂ. അപ്പോൾ അതൊരു ഇച്ചിരി ഒന്ന് സ്വല്പം ഒരു മഞ്ഞ കളർ പോലെ തൊലി വന്നു. എനിക്ക് ഇച്ചിരി ഒരു മധുരമുള്ള ഈ ഏത്തക്കയൊക്കെ തോരൻ വെക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പണ്ട് പോൾ തൊടത്തേ ഇല്ലായിരുന്നു, ഇപ്പം പക്ഷേ പോൾ ഇച്ചിരി കഴിക്കും. റൈസാൻ അത്ര താല്പര്യമൊന്നുമില്ല, റൈച്ചാനും അത്ര ഇഷ്ടമല്ല. അപ്പം ഞാൻ അത് ഇന്നൊന്ന് തോരൻ വയ്ക്കാമെന്ന് വെച്ചാൽ അതിന് ഇത്തിരി സവാളയും പച്ചമുളകൊക്കെ. ഇതിൻ്റെ അകത്ത് ഈ ഏത്തക്ക തോരൻ്റെ അകത്തൊക്കെ പച്ചമുളക് എടുത്ത് കഴിക്കാനൊക്കെ എനിക്കിഷ്ടമാണ്. അപ്പോൾ ഈ സവാളയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കട്ടെ. അപ്പം 2 ഉള്ളൂ, 1/2 കിലോ 2 ഉണ്ടായിരുന്നു. അപ്പോൾ ഒത്തിരി വാങ്ങിച്ച് അത് അവിടെ അങ്ങനെ നല്ല പച്ചയായിട്ടില്ലായിരുന്നു, ഒരു ഇച്ചിരി ഇങ്ങനെ കളർ വെച്ചതേ ഉള്ളായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അല്ലെങ്കിൽ 1 കിലോ ഇവിടെ വാങ്ങിച്ചതന്നെയായിരുന്നു. 1 കിലോയുടെ എന്നല്ല, ടോട്ടൽ 1 കിലോ വാങ്ങിച്ചതന്നെയായിരുന്നു. ഇച്ചിരി കടുകും ഇച്ചിരി ജീരകവും. പച്ചമുളക്, വെളുത്തുള്ളി, സവാള. ഞാൻ ഇതിലേക്ക് പിന്നെ സവാളയൊന്ന് വഴന്ന് വന്നിട്ട് ഇച്ചിരി തേങ്ങയും മഞ്ഞൾപ്പൊടി ഇട്ട് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ടുണ്ട്. കായ്ക്കകത്ത് ഞാൻ അങ്ങനെ വെള്ളമൊന്നും ഒഴിക്കാറില്ല. അത് കഴുകി വാരി എടുത്തിട്ട് ഒരു സ്വല്പം വെള്ളം ഒഴിക്കും. അങ്ങനെ ഒത്തിരി ഒന്നും വേവില്ല, കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാത്തോരൻ. ഇതുപോലെ കാത്തോരനും ചമ്മന്തിയും പൊതിച്ചോറ് കഴിക്കാനും നല്ലതാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് ഇച്ചിരി സമയമുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യും. ഇങ്ങനെ ഇച്ചിരി ചമ്മന്തിയൊക്കെ അരച്ച് കഴിക്കണമെന്നുള്ള ഒരു തോന്നും. ഇല്ലെങ്കിൽ പിന്നെ അങ്ങ് സാധാ ചോറ്. ഞാൻ ഈ കാത്തോരനും ചോറും ഇച്ചിരി വെളിച്ചെണ്ണയും ഒഴിച്ച് കഴിക്കും, നല്ല ടേസ്റ്റാണ്. ഒന്നും ഇല്ലെങ്കിൽ എല്ലാ ചോറും അല്ല, ഒരു ഇച്ചിരി ചോറ്. അപ്പം പിന്നെ ബാക്കിയൊക്കെ കറി ഉണ്ടെങ്കിൽ കറി കൂട്ടി കഴിക്കും. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് വെച്ചാൽ നാട്ടിൽ വെച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞങ്ങൾ നാട്ടിൽ ഈ കുഞ്ഞു കൊലയുണ്ടല്ലേ, കുഞ്ഞു കൊലയൊക്കെ ഒടിഞ്ഞ് വീഴുന്നുണ്ടെങ്കിൽ ഏത്തയ്ക്ക അല്ലാതെ കുഞ്ഞു അതും ഞങ്ങൾ തോരൻ വെക്കും. വെള്ളം കുടിക്കാനൊരു മൂട്. ചില സമയത്തൊക്കെ നമുക്കൊക്കെ തോന്നുമല്ലേ എന്തെങ്കിലുമൊക്കെ കഴിക്കണം, കുടിക്കണം, അങ്ങനെയൊക്കെ. അപ്പം അങ്ങനെ നിന്നുണ്ടെങ്കിൽ ഇച്ചിരി തേയിലവെള്ളം കുടിക്കണമെന്ന് തോന്നി. അങ്ങനെ ഞാൻ ഇച്ചിരി ഇഞ്ചി ഇട്ട് ചതച്ച ഒരു തേയിലവെള്ളം കുടിച്ചത്. അപ്പം ചില സമയത്തൊക്കെ ഇങ്ങനെ തോന്നി കട്ടൻ കാപ്പി കുടിക്കണം, തേയിലവെള്ളം കുടിക്കണം. അങ്ങനെ തേയിലവെള്ളം ഞാൻ അങ്ങനെ ഇട്ട് കുടിക്കാറില്ല. പക്ഷേ ഇന്നെന്തോ അങ്ങനെ തോന്നി ഒന്ന് കുടിക്കണമെന്ന്. അങ്ങനെ ഇത്തിരി തേയിലവെള്ളം എത്തി കുടിച്ചതാണ് ഞാൻ. ഒരു നാരങ്ങയുടെ പിഴിയണമെന്നുണ്ടായിരുന്നു. പക്ഷേ നാരങ്ങ ഉണ്ടെന്നും പറഞ്ഞാൽ ഞാൻ മൈൻഡിൽ ഇരുന്നത്. പക്ഷെ ചെന്ന് നോക്കിയുണ്ടേ ആ നാരങ്ങ ഉണ്ടല്ലേ കുറേ നാളായായിരുന്നു, അതിൻ്റെ തൊലി ഒരു വല്ലാത്ത കളറായി. പിന്നെ അത് പിഴിഞ്ഞൊഴിച്ചാൽ ഒരു ടേസ്റ്റ് വ്യത്യാസം വരും. നല്ല ഫ്രഷ് ആണെങ്കിൽ നല്ലതായിരുന്നു. അതുകൊണ്ട് പിന്നെ ഞാൻ അത് ഒഴിക്കാൻ പോയില്ല.
ആ സമയം കൊണ്ട് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുത്ത് അപ്പോഴത്തേക്കും നമ്മുടെ കായൊക്കെ വെന്ത് വന്നു. ഞാൻ അതിലേക്ക് ഒരു ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ടുണ്ട്. ഒഴിക്കണമെന്ന് നിർബന്ധമില്ല, ഒരു ഇച്ചിരി ഒഴിച്ചാൽ ഇത്തിരി ടേസ്റ്റ് കിട്ടും. അപ്പം കാത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഉച്ചക്കത്തെ ഊണ് എൻ്റെ ഇന്ന് അടിപൊളി ഒരു ഊണായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ ചില സമയത്ത് തോന്നുവാണെങ്കിൽ അങ്ങനെ ചെയ്യുമെന്ന്. അപ്പോൾ ചോറ് ഞാൻ പറഞ്ഞില്ലേ മറന്നു പോയായിരുന്നെന്ന്. അപ്പോൾ ഇച്ചിരിയും ചോറുണ്ടായിരുന്നു, അത് ഞാനിങ്ങനെ വെള്ളം തിളപ്പിച്ചിട്ട് ഈ അരിപ്പയിലിട്ട് വെള്ളം ഊറ്റാനുള്ള ഇതേ ഉള്ളായിരുന്നു. അപ്പോൾ ഇച്ചിരി ചമ്മന്തിയും കോവയ്ക്ക മെഴുക്കുവരട്ടിയും കാത്തോരനും ഇച്ചിരി നാരങ്ങ ഈന്തപ്പഴം കൂടെ ഇട്ട അച്ചാറ്. നാരങ്ങ ഈന്തപ്പഴം കൂടെ ഉള്ള അച്ചാറ് ഭയങ്കര ടേസ്റ്റാണ്. നമുക്ക് ഈ പുലാവിന് ഫ്രൈഡ് റൈസിന് അതിനൊക്കെ കൂടെ കഴിക്കാൻ, നല്ല ബിരിയാണിയുടെ കൂടെയൊക്കെ. പോൾമോൻ അല്ലാതെ കഴിക്കാനും ഭയങ്കര ഇഷ്ടമാണ്. അവൻ പറയും മമ്മി സെപ്പറേറ്റ് നമുക്ക് ഇത്തിരി ഇട്ട് വെച്ചേക്കണേന്ന് പറയും. അവൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം വീട്ടിലത്തേക്കിന് കുറച്ച് മാറ്റി എടുത്ത് വെക്കണമെന്നുള്ളതാണ് അവൻ പറയുന്നത്. അപ്പോൾ ഇനി പ്രൈസമ്മോൻ്റെ ഒരു പാട്ടാണ്. അത് ഞങ്ങളുടെ ഒരു ഫ്രണ്ട് പറഞ്ഞ ഒരു കോമ്പറ്റീഷൻ ഒരിടത്ത് നടക്കുന്നുണ്ട്, ഇങ്ങനെ വീഡിയോ എടുത്ത് പാട്ട് റെക്കോർഡ് ചെയ്ത് അയക്കണമെന്ന്. അപ്പോൾ അവനെയും കൊണ്ടൊന്ന് പാടിപ്പിച്ചതാണ് ഞാൻ. അപ്പോൾ ഇതിന് ഇതൊക്കെയുണ്ട്, പ്രൈസൊക്കെയുണ്ട്, സർട്ടിഫിക്കറ്റൊക്കെ കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തെന്നാലും ഞാൻ അതൊന്ന് അയച്ചു കൊടുത്തതാണ്. ആ പാട്ടായത്. I'm praising Santosh from Kandivali. I'll sing a song today. It is Jesus Loves Me, this I know. Jesus loves me, this I know, for the Bible tells me so. Little ones to Him belong, they are weak, but He is strong. Yes, Jesus loves me. Yes, Jesus loves me. Yes, Jesus loves me. The Bible tells me so. Jesus loves me, He who died, heaven's gate to open wide. He will wash away my sins. Let His little child come in. Yes, Jesus loves me. Yes, Jesus loves me. Yes, Jesus loves me. The Bible tells me so. The Bible tells me so. Thank you. ഞങ്ങൾ മൂന്നൂടെ പോയത്. ഇതിപ്പോൾ ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ ലൈറ്റ് ഇരുട്ട് പോലെ തോന്നും, ചിലയിടത്ത് ലൈറ്റ് ഉണ്ട്, അങ്ങനെ. അപ്പോൾ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് നടക്കാൻ. ഞാൻ മിക്കവാറും ഈ നമ്മുടെ ഈ സൊസൈറ്റിയുടെ ഇവിടെ നടക്കുന്നത് ഇങ്ങനെ, ഈ സൊസൈറ്റിയിൽ ഇങ്ങനെ നമ്മൾ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ നടക്കുന്നത്, ഇങ്ങനെ കറക്റ്റ് റൗണ്ട് അടിച്ച് നമുക്ക് നടക്കാൻ സ്ഥലമില്ലല്ലേ. അപ്പോൾ നമുക്ക് ഒത്തിരി നടന്നതുപോലെ തോന്നി. ഇതാകുമ്പോൾ നമുക്ക് അരമണിക്കൂർ നടന്നാലും നടന്നതായിട്ട് നമുക്ക് തോന്നത്തില്ല. നീ ഇവിടെ കളിച്ചോ, കളിക്കട്ടെ, അവിടെ പോയി സിസോ പോയി ഒക്കെ ചെയ്യ. അല്ല ഇത് ഇത് ये नहीं करेगा, इसके लिए बड़ा जा, उधर जा, इसमें जा. അപ്പോൾ ഓരോരുത്തർ നടക്കുന്നത് നല്ല ഫാസ്റ്റായി. എനിക്കത്രയും ഫാസ്റ്റ് നടക്കാവുന്നില്ല. ഞാൻ ഒരു 2 റൗണ്ട് അടിച്ചപ്പോഴത്തേക്ക് എനിക്ക് എൻ്റെ ആ സ്പൈനലിൻ്റെ അവിടുത്തെ ആ ബോൺ ഇങ്ങനെ ഒരു വല്ലാത്ത വേദന പോലെ തോന്നി. പിന്നെ എനിക്ക് ഒത്തിരി സ്പീഡിൽ നടക്കാൻ ഒട്ടും, അല്ലെങ്കിലും ഞാൻ സ്പീഡിലല്ല നടന്നത്, പക്ഷേ ഒട്ടും വല്ലാത്ത ഇതായിപ്പോയി. അപ്പം ഞാൻ ഇങ്ങനെ റൗണ്ട് അടിച്ചോണ്ടേ ഇങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ സംസാരിച്ചോണ്ടല്ലേ പോകുന്നത്. ഒരു ഭാര്യയും ഭർത്താവും പോയിട്ട് മലയാളത്തിൽ സംസാരിക്കുന്നു. ഞാൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയതാണ്. നമുക്ക് എവിടെയെങ്കിലും ഒരു മലയാളം കേട്ട അയ്യോ മലയാളി എന്നുള്ള ഒരു ജിജ്ഞാസ. അപ്പം നോക്കണേ ഒരു ഭാര്യയും ഭർത്താവുക ഇങ്ങനെ കാര്യം പറഞ്ഞുകൊണ്ട് പോവാം. बाहर से आएगा और कहाँ से आएगा? क्या करे रुको
अरे पैर मत उठो अच्छा जा 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 गो गो अरे किसी का पालतू है हाँ फेदर नहीं है लगता है मेरा पैर काटा होता है റീച്ചാൻ ആ കട്ടിലെ കിടക്കുമായിരുന്നു. അപ്പോൾ റീച്ചാൻ്റെ കാലേ ചെന്ന് ഇങ്ങനെ കൊത്തി. ഇത്രയും വീഡിയോ എടുത്തിട്ട് പോലും അത് ഓടിപ്പോയില്ല. പിന്നെ ഒരു വിധത്തിൽ എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു അതിനെ ഇങ്ങനെ പിടിച്ചിട്ട് പോയി നെറ്റ് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് നമുക്ക് വളർത്താമെന്നുള്ള. പോളും പ്രൈസിനും പുറകെ പോള് എത്ര നേരം കഴിഞ്ഞിട്ട് അവനെ മൈൻഡ് ചെയ്യുന്നത് പോകുന്നില്ലായിരുന്നു. അതിനെ നമ്മൾ ഓടിച്ച് ഒരു വിധത്തിൽ ജനലിൻ്റെ അവിടെ വിട്ടിട്ടും അത് വീണ്ടും അവിടെ തന്നെ അങ്ങ് നിൽക്കുമായിരുന്നു. നല്ല രസമുണ്ട് കാണാനല്ലേ. കുഞ്ഞാ തത്തമ്മയാണോ ഇനി എന്തുവാണെന്നൊന്നും മനസ്സിലാവുന്നില്ല. പാരറ്റാണോ ലബേഴ്സാണോ ഒന്നും മനസ്സിലാവുന്നില്ല. നിങ്ങൾക്കിതിനെ കണ്ടിട്ട് എന്താണെന്ന് തോന്നുന്നു? നിങ്ങളുടെ അഭിപ്രായം എന്തുമായിരുന്നു? നമ്മൾ വളർത്തണമെന്നായിരുന്നോ ഓടിച്ചു വിടണമെന്നായിരുന്നോ? അപ്പോൾ പിള്ളേർക്കാകെ ഒരു നിരാശയായി. ഞാൻ പിന്നെ നാട്ടിൽ പോകുമ്പോൾ ആര് നോക്കുമെന്നുള്ള ഒരു ഇതിലായിരുന്നു ഞാൻ പിന്നെ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷം ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായി വീണ്ടും ഈ ചാനൽ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലേക്ക് ബട്ടണോട് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.